എല്ലാവരും ഗുരുവായൂരിന് ഇങ്ങോട്ട് പായസം കൊണ്ടുവരുന്ന സമയത്ത് ഞാനിത് ഗുരുവായൂരപ്പന് അങ്ങോട്ട് പായസം കൊണ്ടു കൊടുക്കുക കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ഈ ജസ്ന സലീം ഒരു പൊതു ശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇവള് ഗുരുവായൂർ അമ്പല നടയിൽ പോയി കാണിച്ച ഓരോ പേക്കൂത്തുകളും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിച്ചിട്ടുള്ള നമുക്കറിയാവുന്നതാണ്. കേക്ക് കട്ടിങ്, മറ്റേ ബേക്കറി അല്ലേ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഗുരുവായൂർ അമ്പലനാട്, അങ്ങനെ പല തോന്നിവാസങ്ങളും ഇവൾ അവിടെ പോയി കാണിച്ചിട്ടുണ്ട്. പ്രഹസനം മാത്രം. അവൾക്ക് കണ്ണന് മാത്രമേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ, വേറെ അവൾക്ക് ഈ ലോകത്ത് ഒരു ഫോട്ടോയും വരയ്ക്കാൻ പറ്റത്തില്ല. ഓക്കെ, ആദ്യമൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തേ. അങ്ങനെ ഒരു മുസ്ലിം കുട്ടി വന്ന് കണ്ണനെ വരയ്ക്കുമ്പോൾ അതിൻ്റെതായ വിമർശനങ്ങൾ അവൾക്ക് കിട്ടിയപ്പോൾ നമ്മൾ അവളെ സപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇതുപോലത്തെ കാട്ടുമൊണ്ണകൾ വന്നിട്ട് ചെയ്യുന്നത് ഇപ്പം വെറും പ്രഹസനങ്ങളും മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലിക്കുന്ന പരിപാടിയാണ് ഇവളുമാർ ചെയ്യുന്നത്. ഓക്കെ, വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഇവളെയൊക്കെ പിടിച്ചിട്ട് രാജ്യദ്രോഹി എന്ന് പറഞ്ഞ് പിടിച്ച് അകത്തിടണം. കാരണം മതങ്ങളുടെ പേരിൽ തമ്മിൽ വർഗീയത ഉണ്ടാക്കിയിട്ട് അടിയുണ്ടാക്കുന്ന സ്വഭാവമാണ് ഇവളുമാർ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ അമ്പലമായാലും പള്ളിയായാലും എവിടെയായാലും അവിടെ അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാവും. നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോവുക, അതൊക്കെ അനുസരിക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ പോകാൻ പാടില്ല. ഗുരുവായൂർ അമ്പലം നടക്കകത്ത് മുട്ടയും മിക്സ് ചെയ്ത കേക്കും കൊണ്ട് ഇവള് കേക്ക് കട്ടിങ് നടത്തി. അവിടെ തന്നെ ഇവളൊരു ഒരു 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 വർഗീയത സാധനമാണ് ഉണ്ടാക്കിയത്. മതങ്ങളെ തമ്മിലടിപ്പിക്കുക. അതിന്റെ പേരിൽ എത്ര പേര് അന്ന് ഈ പറയുന്ന പോലെ മതങ്ങളുടെ ഇതും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയായിരുന്നു കമന്റ് ബോക്സുകൾ ഓൺലൈനിൽ. ഇവളൊരാണായിരുന്നു ചിലപ്പോൾ വീട്ടിൽ കയറി ഇട്ടാന് ഇടി, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വെറുതെ വിട്ടത്. പക്ഷെ ഇവളെ പോലെയുള്ളവളുമാര് വർഗീയത ഇട്ട് ഇവിടെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയാണ് ചെയ്യുന്നത്, മുസ്ലിംകളെയും ഹിന്ദുക്കളെയും. ഗുരുവായൂർ അമ്പല നടയിൽ പോയിട്ട് ഇവള് ദിനം പ്രതി കാണിക്കുന്ന പ്രഹസനങ്ങൾക്ക് ഒരു തടയിട്ടേ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങോട്ട് പായസം എടുത്തോണ്ട് പോയിരിക്കുകയാണ്. കണ്ണന് പായസം എന്ന് പറഞ്ഞുകൊണ്ട്. എന്തിനാണ് ഈ പ്രഹസനം കാണിക്കുന്നത്? എന്തിനാ നീ പ്രഹസനം കാണിക്കുന്നത്? അവിടെ അങ്ങനെ പായസം കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന പായസം വാങ്ങിച്ച് കുടിച്ചോണ്ട് പോവാ, അല്ലാണ്ട് അങ്ങോട്ട് കൊണ്ട് കൊടുക്കേണ്ട ഇതൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഇത്രയും പ്രഹസനങ്ങൾ കാണിച്ച് മതങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവളുമാരെ പോലെയുള്ള മോളുകൾ കാണിക്കുന്ന മൊണ്ണത്തനങ്ങൾക്കെതിരെ പ്രതികരിക്കുക തന്നെ വേണം. ഞാൻ എല്ലാ മതത്തെയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ പള്ളിയിലായാലും അമ്പലത്തിലായാലും ഞാൻ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവിടെ എന്താണ് അവിടുത്തെ രീതി എന്താണ് അതനുസരിച്ച് നമ്മൾ നിൽക്കും. അമ്പലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. തമിഴ്നാട്ടിലൊക്കെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ ഷർട്ട് ഊരണം. അത് നമ്മുടെ കേരളത്തിലും ഉണ്ട് ഏതൊക്കെ അമ്പലങ്ങളിൽ. അപ്പൊ ഷർട്ട് ഊരി നിൽക്കണം. ഞാൻ ഉടനെ ഷർട്ട് ഊരിക്കുക. അപ്പം ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല, എനിക്ക് അവിടെ ഷർട്ട് ഇട്ടുകൊണ്ട് നിൽക്കാൻ പറ്റുള്ളൂ എന്നൊന്നും ഞാൻ പറയത്തില്ല. അവിടെ എന്താണ് ആചാരം, അവിടെ എന്താണ് രീതി, ആ രീതിയെ ഫോളോ അപ്പ് ചെയ്ത് ഞാൻ പോകും. ഓക്കെ, അല്ലാണ്ട് അവിടെ പോയിട്ട് ഇല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊതുസമൂഹത്തിൽ ചർച്ചയാകാൻ വേണ്ടിയിട്ടും ഇവളുമാരെ പോലുള്ള തേർഡ് റൈറ്റ് സാധനങ്ങൾ, ഈ വർഗീയത നിറഞ്ഞ മതങ്ങളെ തമ്മിലടിപ്പിക്കുന്ന സാധനങ്ങൾ കൂട്ടുന്ന പേക്കൂത്തുകൾ, ഇവളെയൊക്കെ നിയമപരമായിട്ട് ശിക്ഷിക്കണം, അകത്ത് പിടിച്ചിടണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം വർഗീയത നിറഞ്ഞ ഈ സാധനങ്ങളൊക്കെ വച്ചു പൊറപ്പിക്കല്ലേ. ഇപ്പോഴവളുടെ ഒരു പുതിയ ലേറ്റസ്റ്റ് വീഡിയോ എടുത്തു തന്നിരിക്കുന്നു, കണ്ണന് പായസം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് പച്ച തെറിവെല്ലാം പറയിപ്പിക്കല്. എല്ലാവരും ഗുരുവായൂരിന് ഇങ്ങോട്ട് പായസം കൊണ്ടുവരുന്ന സമയത്ത് ഞാനിത് ഗുരുവായൂരപ്പന് അങ്ങോട്ട് പായസം കൊണ്ടു കൊടുക്കുക കേട്ടോ. നീ എന്നാ ഉണ്ടാക്കാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ജസ്റ്റ്? എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയൊന്നും അവിടെ ചെയ്യാൻ പാടില്ല. പിന്നെ നീ എന്നാത്തിനാ ഇങ്ങനെ ഒരു വർഗീയത ഉണ്ടാക്കി നാട്ടുകാരെ തമ്മിലടിപ്പിക്കണം, മതങ്ങളെ തമ്മിലടിപ്പിക്കുന്ന രാജ്യദ്രോഹിയാണ് ഇവളൊക്കെ. സത്യം, നമ്മുടെ നാട്ടില് മതങ്ങൾ എന്ന് പറയുന്നതിന് ഇവിടെ ഒരു ഇതുണ്ട്. അവരെ തമ്മിലടിപ്പിക്കുന്ന ഒരു സാധനമാണ് ഇവളിവിടെ ചെയ്യുന്നത്. ഇവളിപ്പോ ചെയ്യുന്നത് എന്താ? മുസ്ലിം ആയതുകൊണ്ട് അവിടെ പോയിട്ട് ഈ പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ചെയ്യാൻ പാടില്ലാത്ത ചെയ്യുമ്പോൾ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർക്കെതിരെ ഹിന്ദുക്കൾ തിരിച്ച് മുസ്ലിംസ് ഹിന്ദുക്കൾക്കെതിരെ തിരിയും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അജണ്ടയാണ് ഇവൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. ഇത്തരം വർഗീയ വിഷങ്ങൾ നിറഞ്ഞ സാധനങ്ങളെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ തുടച്ചു നീക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവളൊക്കെ എന്നാ പേക്കൂത്തുകളാണ് കാണിക്കുന്നത്. സത്യം കണ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവള് കാണിക്കുന്ന അപരാധങ്ങളാ. നമ്മുടെ നാടിനെ നശിപ്പിക്കാനാണ് ഇവളുമാരെ പോലുള്ളവർ നോക്കുന്നത്. വർഗീയത നിറച്ച് ഇവിടെ ഇട്ട് തമ്മിലടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെതിരെ ഓരോരുത്തരും പ്രതികരിക്കണം. ഇതുപോലത്തെ സാധനങ്ങൾ ഈ നാട്ടിൽ വച്ചയക്കാൻ പാടില്ല. സത്യം പറഞ്ഞാൽ എന്തിനാണ്? ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്ത് പോയി ചെയ്ത് കാണിച്ചും കൊണ്ട് ഞാൻ കണ്ണനെ സ്നേഹിക്കുന്നു, കണ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട് കള്ള കപട ഭക്തയാണ് ഇവളൊക്കെ. വെറും ഉടായ്പകളാണ്. കണ്ണന്റെ ഫോട്ടോ മാത്രമേ അവർക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് പുതിയൊരു അറിവായിട്ടാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. കൊള്ളാം. ബാക്കി ഇത് ഏതാടാ ഇതൊക്കെ കൊണ്ടുപോവാണ്? പായസം കൊണ്ടുപോവാണ് കണ്ണന് കൊടുക്കാനെന്ന് പറഞ്ഞുകൊണ്ട്. ഗുരുവായൂർ അമ്പല നടയിൽ മാത്രമേ അവർക്ക് കണ്ണനുള്ളൂ. അവിടെ പോയ അവർക്ക് പ്രഹസനം കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ അവർക്ക് റീച്ചില്ല.
ഇവർക്ക് റീച്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു പട്ടി മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് അടുത്തൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവൾ അടുത്ത് വർഗീയത ഉണ്ടാക്കുകയാണ്, നാട്ടുകാരെ തമ്മിലടിപ്പിക്കുകയാണ്, മതങ്ങൾ പറഞ്ഞ് തമ്മിലടിപ്പിക്കുകയാണ്. കമന്റ് ബോക്സുകൾ കാണണം, എത്രയോ പേര് തമ്മിലടിക്കുന്നു മതങ്ങളുടെ പേരും പറഞ്ഞ്. അതിനിടയുണ്ടാക്കിയതാരാ? ഇവളെപ്പോലത്തെ വർഗീയവാദികൾ. ഓക്കെ, ഇവളൊക്കെ യൂസ് ചെയ്യണം, മതത്തിനെ വെച്ച് യൂസ് ചെയ്യണം. എടാ, ഒരുപാട് സപ്പോർട്ട് ചെയ്തതിൽ എനിക്കിപ്പോൾ ലജ്ജ തോന്നുന്നു. കാരണം ഒരു മുസ്ലിം പെൺകുട്ടി ഈ കണ്ണനെ വരയ്ക്കുന്നു, അതിന്റെ പേരിൽ അവൾ ഒരു സമയത്ത് നേരിട്ടിട്ടുള്ള ഒരുപാട് 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 നെഗറ്റീവ്സ് ഉണ്ട്. ഒരുപാട് നെഗറ്റീവ്സ് അന്ന് സപ്പോർട്ട് ചെയ്തപ്പോൾ ഇവളെ പോലെയുള്ളവള് വർഗീയത നിറച്ച് ഇവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യാനാണ് ഈ ഒരു അജണ്ട ഉണ്ടാക്കിയതെന്ന് പിന്നെ കാലക്രമേണ മനസ്സിലായി. ഓക്കെ, ബാക്കി എല്ലാവരും ഗുരുവായൂരിന്ന് ഇങ്ങോട്ട് പായസം കൊണ്ടുവരുന്ന സമയത്ത് ഞാനിത് ഗുരുവായൂരപ്പൻ അങ്ങോട്ട് പായസം കൊണ്ടു കൊടുക്കുക കേട്ടോ. അയ്യോ, ആണോ മോളെ? തക്കിടുവ അങ്ങോട്ട് പായസം കൊണ്ട് പോകുന്നുണ്ടോ? ആണോ? ആ പിന്നെ എന്നിട്ട് ഒട്ടുമിക്ക ആൾക്കാരും ഗുരുവായൂർ അമ്പലത്തിൽ പോയി വരുന്ന സമയത്ത് പായസം കൊണ്ടുവരാറില്ലേ? ഞാനിന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോവുകയാണേ. പോകുന്ന സമയത്ത് ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഞാൻ വര തുടങ്ങി അന്ന് തൊട്ടിട്ട് ഒരു കുഞ്ഞു കണ്ണനെയാണേ വരയ്ക്കാറ്. ഇവളെ ഈ പ്രകസനം കാണുമ്പോൾ തന്നെ എനിക്ക് ചോറഞ്ഞ് പെരുത്ത് കയറി വരും. ഞാനൊരു കുഞ്ഞു കണ്ണിനെ വരകിനെ, എന്നിട്ട് ഞാൻ വേറെ ഒന്നും വരയ്ക്കാൻ നിന്റെ കൈ വിരൽ പൊങ്ങൂലേ? അഭിനയ ചിങ്കങ്ങള് ഇങ്ങനെ നാട്ടുകാരെ പറ്റിക്കാനായിട്ട്. ഇതൊക്കെ കണ്ടിട്ട് ഇപ്പോഴും കൈയടിക്കാൻ ആരെങ്കിലും ഉണ്ടാടേ? പ്രകസനങ്ങള് കണ്ണന്റെ ദൈവത്തിന്റെ പേരും പറഞ്ഞ് കപടം കാണിക്കുന്ന കപട ഭക്തേ. നിന്നെ അല്ലാണ്ട് എന്നാ പറയാന്? പ്രകസനങ്ങൾ മാത്രം കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് അൽക്കുലുത്ത് പരിപാടി ഉണ്ടാക്കുക. നീ ഒറ്റ ഒരു സാധനം കാരണമാണ് ഗുരുവായൂർ അമ്പലം നടയിൽ ഫോട്ടോ പോലും എടുക്കാൻ പാടില്ല, വീഡിയോ പോലും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു നിയമം വന്നത് നീ ഒറ്റ ഒരുത്തി കാരണം. ഓക്കെ, നിന്നെയൊക്കെ പോലുള്ള സാധനങ്ങളാണ് ഇവിടെ നാട് നശിപ്പിക്കുന്നത്. ഇവിടെ വെറും വർഗീയത തുപ്പി ജനങ്ങളും മതങ്ങളും തമ്മിലടിപ്പിക്കുന്ന, ഒരു സ്ഥലത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം പോയി ചെയ്ത് കാണിക്കുന്നുണ്ട്. നീ മുസ്ലിം ആയതുകൊണ്ട് നീ അമ്പലങ്ങളിൽ പോയിട്ട് അവിടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്ത് കാണിക്കുമ്പോൾ ഓഫ് കോഴ്സ് അവിടെ ഉള്ള ഹിന്ദുക്കൾക്ക് ഓഫ് കോഴ്സ് ഇങ്ങോട്ട് ദേഷ്യം തോന്നും. ആ ഒരു ദേഷ്യം ഉണ്ടാക്കാനും വർഗീയത ഉണ്ടാക്കാനും തമ്മിലടിപ്പിക്കാനാണ് നിന്നെ പോലത്തെ രാജ്യദ്രോഹികൾ നോക്കുന്നത്. ഓക്കെ, നമ്മൾ സമാധാനത്തോടെ പോകുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ആ ഇന്ത്യ മഹാരാജ്യത്ത് കിടന്ന് നിന്നെ പോലെയുള്ള സാധനങ്ങൾ വർഗീയത തുപ്പി അടിക്കാൻ നോക്കുന്നു. ഓക്കെ, നീ ഈ ഒരു ചെയ്യാൻ പാടില്ലാത്ത കാര്യം അവിടെ പോയി ചെയ്യുമ്പോൾ ഹിന്ദുക്കൾ പ്രതികരിക്കും, മുസ്ലിംസിനെതിരെ പ്രതികരിക്കും, കാരണം നീ മുസ്ലിമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം, ഒരു ഫൈറ്റ് നീ ഉണ്ടാക്കിയാണ്, കലാപം ഉണ്ടാക്കുകയാണ് നിന്നെ പോലുള്ള സാധനങ്ങൾ. ഇതൊക്കെയാണ് ഒരു കലാപത്തിന് സ്റ്റാർട്ടിങ് ഉണ്ടാകുന്നത്. ഓക്കെ, നമ്മുടെ രാജ്യത്തിനെ നശിപ്പിക്കുന്ന ഇത്തരം ഓരോ സാധനങ്ങളെ എൻകൗണ്ടർ ചെയ്യുക, അല്ലെങ്കിൽ പിടിച്ച് അകത്തിടുക. ഇതൊക്കെ രാജ്യത്തിന് മോശമായിട്ടുള്ള അവസ്ഥയിൽ കൊണ്ട് എത്തിക്കും. ഇത് ഞാൻ ചുമ്മാ പറയുന്നല്ല, നിങ്ങൾക്കൊന്നും അവളൊരു പെണ്ണല്ല, ഒരു പെണ്ണിന് എന്തെങ്കിലും കോപ്രായം കാണിച്ചിട്ട് പോട്ടെ, അങ്ങനെയല്ല. നിങ്ങൾ കമന്റ് ബോക്സുകൾ ചെക്ക് ചെയ്യുക, വർഗീയത വിഷം നിറഞ്ഞ അടിയാളുകളാണ് ഇവിടെ നടക്കുന്നത്. അത്തരം ഒരു സിറ്റുവേഷനിൽ ഇതുപോലത്തെ ഓരോ കടുക് മണി പോലത്തെ വിഷങ്ങളാണ് കൊണ്ടുപോയി പരിപാടി ചെയ്ത് തുടങ്ങി ഇട്ട് കൊടുക്കുന്നത്, സ്റ്റാർട്ടിങ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ കേട്ടറിവാണ് കണ്ണന് ഒരുപാട് ഇഷ്ടമാണ് പായസം എന്നുള്ളത്. അപ്പോ അതേപോലെ ഒരുപാട് ആൾക്കാരുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മള് ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു ഉണ്ണിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അത് എന്തെങ്കിലും കുഞ്ഞു കുട്ടിക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടു കൊടുക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നീ കൂടുതൽ കേൾക്കണ്ട, നീ കൂടുതൽ ഉണ്ടാക്കണ്ട, നീ ഇത്തിരി നിർത്ത്. നിനക്ക് അത്രയ്ക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. നീ അവിടെ പോയി പ്രഹസനം കാണിച്ച് ഇമാതിരി പട്ടി ഷോ കാണിച്ച് നാട്ടുകാരെ കാണിക്കേണ്ട ഒരു കാര്യവുമില്ല. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നീ ഓരോ ദിവസം ഗുരുവായൂർ അമ്പലം നടയിൽ പോയി ചെയ്യുന്നത്. ഓക്കെ, ഓളം കാലി വരണ്ട എനിക്ക് നിന്നെ കാണുമ്പോ. എത്രത്തോളം സത്യമാണെന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. നിനക്ക് പിന്നെ എന്നാ തേങ്ങ അറിയാം? നിനക്ക് എന്നാ തേങ്ങ അറിയാം? നാട്ടുകാരും ജനങ്ങളെയും മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിക്കാൻ നിനക്കറിയാം. നീ എന്തെങ്കിലും കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടാണോ ഈ കളി കളിക്കുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. വല്ല പരിപാടി വല്ല ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നിന്റെ പിന്നിൽ ആരൊക്കെയെന്ന് ഒന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം. അതേപോലെ എന്തൊരു കുഞ്ഞായിട്ടാണ് ഞാൻ കണ്ണനെ കണക്കാക്കുന്നത്. അയ്യോ, ഇത്രയ്ക്ക് നീ സ്നേഹമൊന്നും കാണിക്കണ്ടടി. നീ റീച്ചിന് വേണ്ടി കിടന്ന് കാണിക്കുന്ന പേക്കൂത്തുകളും കോപ്രായങ്ങളും നമുക്കറിയാം. ഇനി നീ ഭയങ്കരമായിട്ട് അങ്ങോട്ട് സ്നേഹം വാരിക്കോരി അങ്ങോട്ട് ഒഴുക്കണ്ട, ചിലപ്പോൾ നമ്മൾ ഒഴുകി വീണു പോകും. അപ്പൊ ഞാൻ കണ്ണന് വേണ്ടിയിട്ട് കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. തുടങ്ങിയോളെ പ്രകസനം, പട്ടി പ്രകസനം. വെച്ചാല് ചെറുപയറിന്റെ പായസാട്ടോ. ഇവളുടെ ഈ പട്ടി പ്രകസനം കാണുമ്പോഴാണ് എനിക്ക് ചോറിഞ്ഞു വരുന്നത്.
ഇവിടെ ഓരോ സ്ഥലത്ത് ഓരോ വിശ്വാസങ്ങളുണ്ട്, അത് നശിപ്പിക്കില്ല നിന്നെ പോലത്തെ ഓരോ സാധനങ്ങൾ പോയിട്ട് മതങ്ങളെ തമ്മിലടുപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ കലാബോർഡാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. സത്യം വർഗീയ വിഷയങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ നാട്ടിൽ മതത്തിന് നല്ലൊരു സ്ഥാനമുണ്ട്, ഓരോ മതത്തിനും സ്ഥാനമുണ്ട്. അതെല്ലാം നമ്മൾ അവിടുത്തെ നല്ല കാര്യങ്ങൾ അംഗീകരിച്ച് മാന്യമായിട്ട് അവിടുത്തെ ആചാരങ്ങൾ അനുസരിച്ച് നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ അവിടെ പോകണം. അല്ലാണ്ട് ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി പോയി ചെയ്ത് കാണിച്ചുകൊണ്ടല്ല, തന്തയില്ലായ്മ കാണിച്ചുകൊണ്ടല്ല ഈ പ്രഹസനങ്ങൾ കാണിക്കേണ്ടത്. ഓക്കെ, ഇതെന്ത് മാത്തങ്ങ പരിപാടികൾ ചെയ്യുന്നത്? നമ്മൾ പായസം വേണ്ടി ഉണ്ടാക്കുന്ന എടുത്ത് ഇടയിൽ ഒന്നും അറിയിച്ചില്ല, ഇവക്കൊന്നും ഒരു പട്ടി കുഞ്ഞോലും കാണാനില്ല. അതുകൊണ്ട് കിടന്ന് കാണിക്കുന്ന പേക്കൂത്തുകളാണ് കണ്ണൻ കണ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട്. എന്റെ വായിൽ വേറെ വല്ലാണ് വരുന്നത്. എല്ലാവരും ഗുരുവായൂരിൽ ഇങ്ങോട്ട് പായസം കൊണ്ടുവരുന്ന സമയത്ത് ഞാനിത് ഗുരുവായൂരപ്പൻ അങ്ങോട്ട് പായസം കൊണ്ടു കൊടുക്കാട്ടോ. ഇത് ഞാൻ ആ നടക്കല് വെച്ചിട്ട് പോരാട്ടോ ചെയ്യാം. അയ്യോ ആണോ? നിന്റെ പായസം കുടിക്കാത്തോണ്ടല്ലോ കണ്ണൻ ക്ഷീണം. ഈ പോയി തള്ളാതെ. ഇതെന്തിനു നീ വീഡിയോ എടുത്തിടുന്നു? ഊഹിക്കാവുന്നതേ ഉള്ളൂ. റീച്ചില്ല, ഒരു പട്ടിക്കുഞ്ഞും തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ നിനക്കൊരു കോൺട്രവേഴ്സിയെങ്കിലും ഉണ്ടാക്കണം, 10 ആള് കാണണം. നിന്നെ പോലെ ഉള്ളതിന് വർഗീയതയെങ്കിലും ഇവിടെ തമ്മിലടിപ്പിച്ചിട്ടെങ്കിലും 10 ആൾ ശ്രദ്ധിച്ച് 10 വ്യൂസ് വന്ന് കാശുണ്ടാക്കണം. ഒരു മനുഷ്യൻ പോയുള്ള വീഡിയോ കാണരുത്. ഓക്കെ, ഒരു മനുഷ്യൻ പോലും. ഭയങ്കര സന്തോഷം എനിക്കിത് ഉണ്ടാക്കാൻ പറ്റിയതും കൊണ്ടു കൊടുക്കാൻ പറ്റുന്നതും. കാരണം എന്റെ മക്കൾക്കൊക്കെ അത്രമേൽ ഇഷ്ടമാണ് ഈ പായസം. അതുപോലെ തന്നെ എങ്കിൽ നിന്റെ മക്കൾക്ക് കൊടുത്തിട്ട് നീയും കുടിച്ചിട്ട് നിന്റെ കെട്ടിയവനും കൊടുത്തിട്ട് തിന്നും കൊണ്ടിരുന്നാ പോലെ. എന്തിനാണ് നീയൊക്കെ ഇവിടെ പോയിട്ട് ഒരു കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നേ? ഇതുപോലെയുള്ളതിനെ അറസ്റ്റ് ചെയ്യുക, ഇവിടുത്തെ നിയമം അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നാളെ വലിയ വിപത്തുണ്ടാകും, നമ്മുടെ നാട് നമ്മുടെ രാജ്യം നശിക്കും. ഓക്കെ, എന്റെ കണ്ണനും എന്റെ മൂന്നാമത്തെ ഒരു കുഞ്ഞായിട്ടാണ് ഞാൻ കണ്ണനെ കണക്കാക്കുന്നത്. അപ്പൊ ഇത് കൊണ്ടു കൊടുത്തിട്ട് വരാട്ടോ. പട്ടി പ്രകസനം ഇതാ പോണ്. എടേ ഇതിനെയൊന്നും എറിഞ്ഞിട്ട് ആരുമില്ലടേ. നാട് മൊത്തം മഴയും വെള്ളപ്പൊക്കത്തിൽ കിടക്കുമ്പോഴാണ് അവളുടെ പ്രകസനം. അവളെ മറ്റേ ഞാൻ പറഞ്ഞാ കൂടിപ്പോവും. ഇങ്ങനെ കാണാൻ വന്ന എച്ചാദ്യമായ വെള്ളം, ഫുള്ള് വെള്ളം. അയ്യോ, കൊടയൊക്കെ പറന്നു പോയി. ഈ മഴയും വെള്ളപ്പൊക്കത്തിലുമാണ് അവള് പോയി പ്രകസനം കാണിച്ച് കണ്ണൻ കണ്ണൻ എന്ന് പറഞ്ഞ് വിളിച്ച്. കണ്ട അവളെ പ്രകസനം? നീ ആരാന്നടി നിന്റെ വിചാരം? ഇങ്ങനെ പ്രകസനം കാണിച്ച് നാട്ടുകാരെ പറ്റിക്കുന്ന നിന്നെയൊക്കെ ജയിലിലാക്കുക. ഓക്കെ, നീ പണ്ടും കുറേ പറ്റിച്ചു, ജനങ്ങളെ വിട്ടികളാക്കി. നീ ഒരു പാവമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെപ്പോലെ സപ്പോർട്ട് ചെയ്ത് അവരെ അടക്കം നീയൊക്കെ പറ്റിച്ചു. അതാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നിന്റെയൊക്കെ ഉള്ളിൽ ഈ വർഗീയ വിഷം നിറഞ്ഞ ഈ സാധനം ജനങ്ങൾ അറിയണം. ഇവിടെ കലാപങ്ങളും അതും ഇതും സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടും മതങ്ങളെ തമ്മിലടിപ്പിക്കാനും വേണ്ടിയിട്ടും നിന്നെയൊക്കെ പോലുള്ള ഓരോന്ന് ശ്രമിക്കുന്നതിന് എതിരെയാണ് എന്നെ പോലുള്ളവർ പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നത്. ഇവിടെ എല്ലാ മതത്തിനെയും ബഹുമാനിച്ച് എല്ലാ മതത്തിലുമുള്ള കാര്യങ്ങൾ അനുസരിച്ച് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും പോകുന്നത്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഇപ്പോൾ ഒരു അമ്പലത്തിൽ അവിടുത്തെ ആചാരങ്ങൾ പ്രകാരം അവിടെ എന്താണുള്ളത് അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോവുക. പള്ളിയിലായാലും അതുപോലെ തന്നെ. അല്ലാതെ അവിടെ പോയിട്ട് ചെയ്യാൻ പാടില്ലാത്ത ചെയ്ത് കാണിച്ചിട്ട് ഞാൻ മറ്റേ കൊമ്പത്തവളാണെന്നുള്ള ഈ പരിപാടി അല്ല കാണിക്കേണ്ട. എന്തായാലും നീ പായസം കൊണ്ട് പോയതല്ലേ, ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് വായിക്കാം. ഇല്ല, ഗുരുവായൂർ അമ്പലത്തിൽ ഭഗവാന് നിവേദ്യം വയ്ക്കാൻ വീട്ടിൽ നിന്ന് പായസം തയ്യാറാക്കി കൊണ്ടുപോകാൻ അനുവാദമില്ല. ക്ഷേത്രത്തിലെ ആചാരങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും അനുസരിച്ച് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന യാതൊരുവിധ ഭക്ഷണ സാധനങ്ങളും ശ്രീകോവിലിനുള്ളിൽ ഭഗവാന് നിവേദിക്കാറില്ല. ക്ഷേത്രത്തിലെ പായസ വഴിപാടുകളുമായി ബന്ധപ്പെട്ട് പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. അതിലൊട്ട് വരാം. അതിനു മുന്നേ 2 കമന്റ് കാണാം. ശരിക്കും ഈ സ്ത്രീ ഹിന്ദുമത വിശ്വാസികളെ കളിയാക്കുകയല്ലേ ചെയ്യുന്നത്? പായസം അങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്നതിലൂടെ സത്യം ഹിന്ദുക്കളെ കളിയാക്കുകയും ഹിന്ദുക്കളെ അപമാനിക്കുകയുമാണ് ഇവളെപ്പോലുള്ളവളുമാർ ചെയ്യുന്നത്. ഇവൾ മുസ്ലിം ആയതുകൊണ്ടല്ല പറയുന്നത്. മാന്യവും മര്യാദയ്ക്കും എല്ലാ അമ്പലങ്ങളിലെ ആചാരങ്ങൾ അതുപോലെ ഫോളോ ചെയ്യുന്ന മുസ്ലിംസൊക്കെ ഉണ്ട്. ഈ പ്രകസനം കാണിക്കാൻ വേണ്ടിയിട്ടും ഹിന്ദുക്കളെ അപമാനിക്കാൻ വേണ്ടിയിട്ടും ഇവളുമാരെ പോലുള്ള വർഗീയവാദികൾ നടത്തുന്ന ഇത്തരം തൊട്ടിപ്പരിപാടികൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. എന്തൊക്കെ തട്ടിപ്പാണ് ഈ സ്ത്രീ നടത്തുന്നത്?
കൊടുക്കുക, വയറ് നിറച്ച് കഴിക്കട്ടെ, വിശപ്പ് മാറിക്കോട്ടെ, ഉടായ്പ് പറ്റിച്ച് ജീവിക്കുന്നവർ. സത്യം 100% നാട്ടുകാരും ജനങ്ങളെയും പറ്റിച്ച് മതവിശ്വാസികളെ അപമാനിച്ചുമാണ് ഇവളുമാരെ പോലെയുള്ള സാധനങ്ങൾ ജീവിക്കുന്നത്. ഇതിനൊക്കെ അമ്പലത്തിൽ കയറ്റുന്ന കമന്റുകാരെ പറഞ്ഞാൽ മതി, ഏതെങ്കിലും ഒരു മതത്തിൽ ഉറച്ചു നിൽക്കണം. ഇത് 2 വള്ളത്തിൽ കാല് വെച്ചുള്ള പോക്ക. ഇഷ്ടമുള്ള മതത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ദൈവത്തെ വിശ്വസിക്കുക, ഇഷ്ടമുള്ള ആചാരങ്ങൾ ആചാരിക്കാം, എല്ലാം ഓക്കെ. പക്ഷേ ഓരോ സ്ഥലത്ത് അവരുടേതായ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലും തോന്നിവാസങ്ങൾ ചെയ്ത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി കാണിക്കുന്ന ഇമാതിരി തന്തയില്ലാത്ത പരിപാടിക്ക് ഞാൻ ഒരിക്കലും കൂട്ടുവയ്ക്കത്തില്ല. ഇത് മതങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് അജണ്ടയും കീപ്പ് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് ഈ ജസ്ന സലീം എന്ന് പറയുന്നത്. ഇവൾ വർഗീയ വിഷവാദമാണ് ഇവൾ തുപ്പുന്നത്. ഓക്കെ, നിനക്ക് കേട്ടറിവ് ബാക്കിയുള്ളവരെല്ലാം നേരിട്ട് കണ്ടല്ല കണ്ണൻ പായസം കുടിക്കുന്നത്. ഓക്കെ, ഇവളുടെ പിന്നാമ്പുറം ശരി, അന്വേഷണം വേണം. ഇവൾ ഗുരുവായൂരപ്പന്റെ പേരും പറഞ്ഞ് റീൽസിന് വേണ്ടി യഥാർത്ഥ ഭക്തരെ കബളിപ്പിക്കുകയാണ് എന്നാ തോന്നുന്നത്. ഇവൾക്ക് അമ്പലത്തിലെ ഐതിഹ്യത്തെ പറ്റി ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല. ഇവൾക്ക് എല്ലാം അറിയാമെങ്കിലും ഇവള് കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഹെയ്റ്റ് ആയാലും 10 ആള് എന്നെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടും വർഗീയ വിഷം തുപ്പിക്കൊണ്ട് ഇവള് കാണിക്കുന്ന ഒരു അജണ്ടയാണ് ഇത്. ഇവളെ പോലുള്ള കാട്ട് സാധനങ്ങളെ ഈ നമ്മുടെ രാജ്യത്ത് നിന്ന് തുടച്ചു മാറ്റുക തന്നെ വേണം. കാരണം മതങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ഇവളുമായിട്ട് ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ തന്നെയാണ്. ഇവിടെ കലാപം സൃഷ്ടിക്കുക, മതങ്ങളെ തമ്മിലടിപ്പിക്കുക, ചെയ്യാൻ പാടില്ലാത്ത അമ്പലത്തിൽ പോയി ചെയ്യുക. ഇവക്കറിയാം ഇവള് മുസ്ലിം ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുമ്പോൾ കോൺട്രവേഴ്സി ആവും, ചർച്ചയാവും, ജനങ്ങൾ തമ്മിലടിക്കും, മതങ്ങൾ തമ്മിലടിക്കും. ദയവ് ചെയ്തിട്ട് ഇവ ഒറ്റ കഴിവേറെ ഇങ്ങനെയാണെന്ന് വെച്ചും കൊണ്ട് ഈ മതങ്ങളെ തമ്മിലടിക്കാതിരിക്കുക. ഓക്കെ, മുസ്ലിംസും ഹിന്ദുക്കളും തമ്മിലടിക്കാതിരിക്കുക. എനിക്കതേ പറയാനുള്ളൂ. അങ്ങനെ ഒരു അടിയും കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവളുമാരെ പോലുള്ളത് ശ്രമിക്കുന്നത്. ഗുരുവായൂരപ്പനെ വിറ്റ് നിറയെ പണം ഉണ്ടാക്കിയല്ലോ, നീ നല്ല ചതയും വെച്ച് ഇനിയെങ്കിലും നിർത്തിക്കൂടെ നിന്റെ കൂതറ പരിപാടി. ഇവൾക്ക് ഹൈക്കോടതി ഉത്തരവുള്ളതല്ലേ, എന്നിട്ട് ഇവളുടെ ഒരു അഹങ്കാരം. ഇവൾ വീണ്ടും ഈ പറയുന്ന മുസ്ലിംസിനെ ഹിന്ദുക്കളെ തമ്മിലടിപ്പിക്കാനാണ് നോക്കുന്നത്. നമ്മൾ അതിൽ വീണ് കൊടുക്കാതിരിക്കുക. ഓക്കെ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, മതം പറയുകയല്ല എങ്കിലും. അപ്പം നിങ്ങൾ ചോദിക്കും, ഞാൻ ഹിന്ദു ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത്. ഒരിക്കലല്ല, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഇവിടെ ഒരു മതങ്ങളും തമ്മിലടിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ള കോൺസെപ്റ്റ് പോലെ എല്ലാവരും ഒന്നിച്ചു പോട്ടെ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് ബൈബിളിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തിലും ഒക്കെ വിശ്വസിച്ച് നിങ്ങൾ അടിപൊളിയായിട്ട് പോട്ടെ. അല്ലാതെ ഇവളുമാരെ പോലുള്ളവർ വന്നിട്ട് ഇങ്ങനത്തെ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കുമ്പോൾ അതിൽ വീണു പോയി തമ്മിലടിക്കുക അല്ല നമ്മൾ മതക്കാരും ചെയ്യേണ്ടത്. ഓക്കെ, ഒരു മതക്കാരും അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ബാക്കി പോസ്റ്റ് വായിക്കാം. ഇല്ല, ഗുരുവായൂർ അമ്പലത്തിൽ ഭഗവാന് നിവേദ്യം വയ്ക്കാൻ വീട്ടിൽ നിന്ന് പായസം തയ്യാറാക്കി കൊണ്ടുപോകാൻ അനുവദിക്കില്ല. ക്ഷേത്രത്തിലെ ആചാരങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും അനുസരിച്ച് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന യാതൊരുവിധ ഭക്ഷണ സാധനങ്ങളും ശ്രീകോവിലിൽ ഉള്ളിൽ ഭഗവാന് നിവേദിക്കില്ല. ക്ഷേത്രത്തിലെ നിയമങ്ങൾ, അതിലോട്ട് വരാം. ക്ഷേത്രത്തിലെ നിയമങ്ങൾ, ക്ഷേത്രത്തിനുള്ളിൽ പാചകം ഭഗവാനുള്ള നൈവേദ്യങ്ങൾ, പായസം, പാൽപായസം, നെയ്പായസം തുടങ്ങിയവ കടുത്ത വ്രതശുദ്ധിയോടെ ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിൽ അമ്പലത്തിലെ അടുക്കള മാത്രമേ തയ്യാറാക്കുകയുള്ളൂ. കൗണ്ടർ വഴിപാടുകൾ, നിങ്ങൾക്ക് പായസം വഴിപാടായി കഴിക്കണമെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലെ വഴിപാട് കൗണ്ടറിൽ നിന്നോ അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വം ഒഫീഷ്യൽ പോർട്ടൽ വഴി ഓൺലൈനായോ പായസം പണമടച്ച് രസീത് വാങ്ങേണ്ടതാണ്. പ്രസാദം വിതരണം, വഴിപാട് കഴിച്ചതിനു ശേഷം ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്ന പായസം മാത്രമേ പ്രസാദമായി സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതിന് ഭാഗമായി ഈ പ്രസാദം പ്രത്യേക ടിന്നുകളിലാണ് ഭക്തർക്ക് നൽകുന്നത്. കേട്ടല്ല? ഓക്കെ, വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തുലാഭാരത്തിന് മാത്രം. നിങ്ങൾ തുലാഭാരം വഴിപാടാണ് ഉദ്ദേശിക്കുന്നതുണ്ടെങ്കിൽ അതിനായി ശർക്കരയോ കൽക്കണ്ടമോ മറ്റ് സാധനങ്ങളോ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോകാൻ അനുവാദമുണ്ട്. എന്നാൽ ഇവയും നേരിട്ട് നേദ്യം വയ്ക്കാൻ ഉപയോഗിക്കില്ല. നിങ്ങൾക്ക് പാൽപായസം, നെയ്പായസം എന്നിവയിൽ ഏത് വഴിപാടാണ് കഴിക്കേണ്ടത്, അതിൻ്റെ വില വിവരങ്ങൾ ഓൺലൈനിൽ ബുക്കിംഗ് രീതികളോ അറിയണോ എന്ന് അതായത് ഓൺലൈനിലാണ് ഇതൊക്കെ ചെയ്യാനുള്ളത്. അല്ലാതെ ഇവളുമാരെ പോലുള്ളവന്മാർ വന്ന് കാണിക്കുന്ന പ്രകസനങ്ങളല്ല. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ചെയ്യാൻ പാടില്ലാത്തത് അവിടെ ചെയ്ത് കാണിച്ചുകൊണ്ട് മതങ്ങളെ തമ്മിലടിപ്പിക്കുക എന്നതാണ് ഇതുപോലത്തെ സാധനങ്ങളുടെ ഉദ്ദേശം. ഓക്കെ, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യും. അമ്പലത്തിൽ കയറി കേക്ക് കട്ടിങ്, ഇപ്പോൾ പായസം, ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത അവിടെ പോയി ചെയ്ത് കാണിക്കുക എന്നതാണ് ഇതുപോലുള്ള ഓരോ വർഗീയവാദികളുടെ അജണ്ട തന്നെ. ഓക്കെ, ഇനി ഞാൻ 1-2 കമന്റ്സ് വായിക്കാം. ഗുരുവായൂരപ്പന് കൊടുക്കാൻ വേണ്ടി ഭക്തർ പുറത്തു നിന്ന് കൊണ്ടുപോകുന്ന ഒരു സാധനവും അവിടെ എടുക്കാറില്ല. പൂവായാലും പഴങ്ങളായാലും പച്ചക്കറികളായാലും മറ്റു സാധനങ്ങളായാലും വെറുതെ മുന്നിൽ വയ്ക്കാമെന്നല്ലാതെ അത് ഗുരുവായൂരപ്പന് വേണ്ടി ഇന്നുവരെ ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കാനും പാടില്ല. ഗുരുവായൂരപ്പന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ അവിടെ തനിയെ തയ്യാറാക്കുകയാണ് ചെയ്യുക. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുറമെ ലേലം ചെയ്ത് വിൽക്കുകയാണ് പതിവ്.
ജസ്ന സലീം, നീ ഉണ്ടാക്കിയ പായസം ഗുരുവായൂരിലേക്ക് കൊണ്ടുപോകാം, അമ്പലത്തിൽ കയറ്റില്ല. കാരണം വെളിയിൽ നിന്നുള്ള പായസം അമ്പലത്തിൽ നേദിക്കാറില്ല. പിന്നെ നീ ഒരു ഹിന്ദു അല്ലാത്തതിനാൽ പിന്നെ അമ്പലത്തിൽ പോകാനും പാടില്ല. ഗുരുവായൂർ അമ്പലത്തിൽ പൂജാരിമാർ ഉണ്ടാക്കിയ പായസം മാത്രമേ നേദിക്കാറുള്ളൂ. അവിടെ പോകുന്നത് നിനക്ക് നല്ലതല്ല, പിന്നെ അമ്പലത്തിലും നല്ലതല്ല. പുറത്തു നിന്നൊരു സാധനം ഭഗവാനെ നേരെ നേദിക്കില്ല. ഭഗവാനെ മേൽശാന്തി നേരിട്ടേ എല്ലാം ചെയ്യാറുള്ളൂ. അത് അവർ ഉപയോഗിക്കാറില്ല. എഡി ഡാഷ് മോളെ, വീണ്ടും ഗുരുവായൂരിലേക്ക് നിന്റെ തട്ടിപ്പുമായിട്ട് ഇറങ്ങിയോ? ഇപ്പം എവിടെയും പണം കിട്ടുന്നില്ല. അടുത്തത് പായസവുമായി ഇറങ്ങുന്നതാണ്. നീ നിന്റെ മതത്തിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്, അല്ലെങ്കിൽ ഹിന്ദു മതത്തിലേക്ക് വാ. അല്ലാതെ കോടാലി കൊണ്ട് കീറിയ വായ തുറക്കല്ലേ. അതായത് ഇവിടെ കണ്ട ആൾക്കാരുടെ ഉള്ളിൽ തന്നെ നീ ഒന്നില്ല ആ മതത്തിൽ പോ, ഈ മതത്തിൽ പോ. ഈ ഒരു സാധനം ഇവള് ഉണ്ടാക്കും. ഈ ഒരു ഫൈറ്റാണ് ഇവൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ ഒരു അടി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മതിയല്ലോ, മതങ്ങൾ തമ്മിലടിക്കുമല്ലോ. ഇപ്പോൾ ഇവൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവളെ എടുത്ത് കുറെ അവിടെയുള്ള അമ്പലവാസികളെ എടുത്തിട്ട് തല്ലിക്കഴിഞ്ഞാൽ കുറെ മുസ്ലിംസ് ഇവർക്ക് വേണ്ടിയിട്ട് ഇറങ്ങും ചിലപ്പോൾ. എനിക്ക് പറയാനുള്ള ഒരു മനുഷ്യൻ പോലും ഇറങ്ങില്ല. ഇവളുടെ ഉദ്ദേശം അത് തന്നെയാണ്. അവിടെ ആരെങ്കിലും എടുത്തിട്ട് തല്ലിക്കഴിഞ്ഞാൽ അടുത്ത് കുറെ മുസ്ലിംസ് ഇറങ്ങി മതങ്ങളെ തമ്മിൽ അടുപ്പിക്കുക എന്നതാണ് ഇവളുടെ അജണ്ട. ഒരു മതക്കാരും ഇവക്ക് വേണ്ടിയിട്ട് ഇറങ്ങരുത്, ഇവക്ക് വേണ്ടിയിട്ട് സംസാരിക്കരുത്. ഓക്കെ, ഇവളുടെ ആവശ്യം അത് തന്നെയാണ്, മതങ്ങളെ തമ്മിലടിപ്പിക്കുക. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഒരു മതക്കാരും ഇറങ്ങരുത് ഒരാവശ്യത്തിന്. ഇവളൊക്കെ വഴിയിലിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയാലും ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കില്ലേ. നല്ല ഡ്രാമ അഹിന്ദുക്കളെയും ഗുരുവായൂരിൽ കയറ്റില്ല. പിന്നെയല്ലേ അശുദ്ധിയുള്ള പായസം കൊണ്ടുപോയി വഴിയരികെ വിശന്നിരിക്കുന്നവർക്ക് കൊണ്ടു കൊടുക്ക്. കണ്ണന് പാൽപ്പായസം അവിടെ ഉണ്ടാക്കുന്ന നീ വേണ്ടാത്ത വഴിപാടുകൾ ചെയ്യേണ്ട, കുറച്ച് കൂടുന്നുണ്ട്, അധികം ആർഭാടം വേണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ നല്ല പോലെ എടുത്തിട്ട് അലക്കുന്നുണ്ട് മാന്യമായിട്ട്. ഇതുപോലുള്ള അമ്പലത്തിലെയും പള്ളികളിലെയും വിശ്വാസങ്ങളെ തച്ചുടച്ചുകൊണ്ട് ഇതുപോലെ വർഗീയതകൾ തുപ്പി ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന, മതങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഇതുപോലത്തെ വർഗീയവാദികൾക്കെതിരെ ശക്തമായിട്ട് നമ്മൾ ഓരോരുത്തരും സംസാരിക്കേണ്ടത് തന്നെയാണ്. ഇവിടെ ഓരോ മതങ്ങൾക്കും ഓരോ അമ്പലങ്ങൾക്കും പള്ളികൾക്കും ഓരോ വിശ്വാസങ്ങളുണ്ട്. എന്നാൽ ഇതുപോലുള്ള വർഗീയത നിറഞ്ഞ സാധനങ്ങൾ ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട്, ചോര കുടിച്ച് മതങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് കാണിക്കുന്ന ഇത്തരം വൃത്തികെട്ട പ്രവൃത്തികൾക്കെതിരെ നമ്മൾ ശക്തമായി പോരാടുക തന്നെ വേണം. ഇത് ചെറിയൊരു കാര്യമല്ല. ഇന്ന് ജസ്ന സലീം ആണെങ്കിൽ നാളെ വേറെ പലതും ഇതുപോലെയൊക്കെ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടിക്കൊണ്ടുവരും. ഈ ലോകത്ത് കണ്ണനെ മാത്രമേ അവർക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ, വേറെ ആരെയും വരയ്ക്കത്തില്ല. പ്രകസനത്തിന് വേണ്ടിയിട്ടും റീച്ചിന് വേണ്ടിയിട്ടും സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ കാണിച്ച് ഈ പറയുന്ന പോലെ ദൈവത്തിന്റെ പേരും പറഞ്ഞ് മതത്തിന്റെ പേരും പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഇത്തരം വർഗീയവാദികൾക്കെതിരെ ശക്തമായിട്ട് നമ്മൾ ഓരോരുത്തരും പോരാടുക തന്നെ വേണം. ഓക്കെ, എന്തായാലും എൻ്റെ അഭിപ്രായം ഇത്രയുമേ ഉള്ളൂ. ഇതുപോലത്തെ സാധനങ്ങളെ ഇനി അവിടെ അടുപ്പിക്കരുത്. ഇവളുടെയൊക്കെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം, റീച്ച് ഉണ്ടാക്കണം, ജനങ്ങളെ തമ്മിലടിപ്പിക്കണം. ആ ഇത് കണ്ടിട്ട് ഈ നാട് നശിക്കുന്നത് കണ്ടിട്ടും ചോര കുടിക്കുന്ന ഒരു 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 വൃത്തികെട്ട പ്രവണതയാണ് ഇവളിലൊക്കെ ഞാൻ കാണുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു കാര്യം ജസ്ന സലീം ചെയ്തതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.